നമസ്കാരം. മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ. 1980-ൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം ഹോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. 1978-ൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ 350-ൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് തുടക്കത്തിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥയെ പോലെയാണ്. മോഹൻലാൽ ജീവൻ നൽകിയ പല കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ഇന്നും ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. മോഹൻലാൽ ഇതുവരെ ചെയ്തു വെച്ച പല കഥാപാത്രങ്ങളും പലതും മറ്റൊരാൾക്ക് തൊടാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തിലാണ്. അഭിനയത്തിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ വലിയൊരു മാന്ത്രികനായിട്ട് പലർക്കും അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ. മലയാളികൾ അമ്പരപ്പോടെ കേട്ട ഒരു ഡയലോഗായിരുന്നു ഇത്. മലയാള മനസ്സിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ ഈ ഡയലോഗ് പതിഞ്ഞിട്ട് 45 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോഴത്തെ മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു പുതിയ വാർത്തയാണ് ചർച്ചയായി മാറുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചർച്ചയാക്കുന്നത്. 5 രൂപ കൊടുത്ത് ഈ പയ്യന്റെ ഭാവി പറയണമെന്ന് ഗോപകുമാർ ജോത്സ്യനോട് ആവശ്യപ്പെട്ടു. മുഖലക്ഷണം വച്ചു തന്നെ അസാമാന്യ ജാതകമാണെന്നായിരുന്നു മറുപടി. നക്ഷത്രവും ജനനസമയവും കൂടി പറഞ്ഞതോടെ ലോകം അറിയപ്പെടുന്ന ആളായി മാറുമെന്നായിരുന്നു മറുപടി. സംഭവം ഇങ്ങനെയാണ്. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച തിരനോട്ടം സിനിമയിലെ നായകൻ അഡ്വക്കേറ്റ് കെ പി ഗോപകുമാർ അടുത്തിടെയാണ് വിട പറഞ്ഞത്. വി അശോക് കുമാർ സംവിധാനം ചെയ്ത പാച്ചല്ലൂർ ശശി നിർമ്മിച്ച ചിത്രമായിരുന്നു തിരനോട്ടം. ഹാസ്യതാരമായിട്ടായിരുന്നു മോഹൻലാൽ അഭിനയിച്ചത്. പിന്നീട് മോഹൻലാൽ അഭിനയത്തിന്റെ കൊടുമുടി കീഴടക്കുമ്പോഴും കെ പി ഗോപകുമാറിനെ സിനിമ തുണച്ചില്ല. സിനിമയിൽ സജീവമാകാൻ ആഗ്രഹിച്ചെങ്കിലും അതിനും സാധിക്കാതെ അഭിഭാഷകനായി. തിരുവനന്തപുരം സ്റ്റാച്യുവിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ കാപ്പി കുടിച്ച് സൊറ പറഞ്ഞത് 2 സംഘങ്ങൾ. അതിൽ സീനിയർ ഗ്രൂപ്പിലെ അംഗമായിരുന്നു കെ പി ഗോപകുമാർ. കോളേജ് വിദ്യാർത്ഥികളായ മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ ജൂനിയർ ഗ്രൂപ്പിലെ അംഗങ്ങളും. ഒരു ദിവസം സിനിമാ മോഹങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവർക്കിടയിലേക്ക് കരാറുകാരനായ പാച്ചല്ലൂർ ശശിയെയും കൊണ്ടാണ് ഗോപകുമാർ എത്തിയത്. കരാറുകാരൻ പണം മുടക്കാമെന്ന് സമ്മതിച്ചതോടെ തിരനോട്ടം ആരംഭിച്ചു. സൗന്ദര്യവും ഒത്ത ശരീരവുമുള്ള ഗോപകുമാർ നായകൻ, കുട്ടപ്പൻ എന്ന ഹാസ്യ കഥാപാത്രമായി മോഹൻലാൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമ ഒട്ടേറെ പ്രതിസന്ധികൾക്കൊടുവിലാണ് പൂർത്തിയായത്. ചിത്രീകരണം പൂർത്തിയാക്കിയെങ്കിലും സെൻസർ ബോർഡ് പലതവണ അനുമതി നിഷേധിച്ചു. ഒടുവിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതോടെ റിലീസ് ചെയ്യാൻ അനുമതി ലഭിച്ചു. 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച സിനിമ സർക്കാരിന്റെ 45,000 രൂപ സബ്സിഡി ലഭിക്കാൻ കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിൽ 3 ദിവസം ഓടിച്ചു. തിരനോട്ടം ഷൂട്ടിങ്ങിനിടെയുണ്ടായ രസകരമായൊരു അനുഭവം ഗോപകുമാർ ഒരിക്കൽ വെളിപ്പെടുത്തുകയിട്ടുണ്ട്. ലാലിനൊപ്പം ശ്രീവരാഹം 3-ാം പുത്തൻതെരുവ് ഭാഗത്തുകൂടി നടക്കുകയായിരുന്നു ഗോപകുമാർ. ആ സമയം അവിടെ വലിയൊരു ജോത്സ്യനുണ്ട്. 5 രൂപ കൊടുത്ത് ഈ പയ്യന്റെ ഭാവി പറയണമെന്ന് ഗോപകുമാർ ജോത്സ്യനോട് ആവശ്യപ്പെട്ടു. മുഖലക്ഷണം വെച്ച് തന്നെ അസാമാന്യ ജാതകമാണെന്നായിരുന്നു മറുപടി. നക്ഷത്രവും ജനനസമയവും കൂടി പറഞ്ഞതോടെ ലോകം അറിയപ്പെടുന്ന ആളായി മാറുമെന്നായിരുന്നു ജോത്സ്യന്റെ പ്രവചനം. ഈ പ്രവചനം ഫലിച്ചാൽ ഗോപകുമാറിന് ലേറ്റസ്റ്റ് കാർ വാങ്ങിത്തരുമെന്നായിരുന്നു ലാലിന്റെ മറുപടി. സിനിമാ ജീവിതത്തിന്റെ 25-ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ മോഹൻലാൽ വിളിച്ചു. കാർ വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചു. സ്നേഹപൂർവ്വം ഗോപൻ അത് നിരസിച്ചു. തിരനോട്ടത്തിനു ശേഷം കൂടുതൽ അവസരത്തിനായി ഗോപകുമാർ മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ സ്വാമീസ് ലോഡ്ജിൽ താമസിച്ചു. 2 തമിഴ് സിനിമകൾ ചെറിയ റോൾ ചെയ്തെങ്കിലും 2 റിലീസായില്ല. തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി. തലയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വയം പഴിച്ചു. ഒരിക്കൽ മോഹൻലാൽ കണ്ടപ്പോൾ തന്റെ സിനിമകൾ കാസ്റ്റ് ചെയ്യട്ടെ എന്നും ചോദിച്ചു. അത് കാര്യമായി എടുത്തില്ല. ഗൾഫിൽ ഒരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി ജോലി ചെയ്തു. പുറത്താരോടും അധികം പറഞ്ഞില്ലെങ്കിലും സിനിമയിലൂടെ നല്ല കലാകാരനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ അദ്ദേഹം സിനിമകളൊന്നും കാണാറേയില്ലായിരുന്നു. അതേസമയം ഗുഡ് ഈവനിങ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ എന്ന വില്ലൻ ഡയലോഗുമായി നടൻ മോഹൻലാൽ മലയാള സിനിമയിൽ വില്ലനായി അവതരിപ്പിച്ചിട്ട് 45 വർഷങ്ങളായി. അവിടെ തുടങ്ങിയ നായകനായി ഇന്ന് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിച്ച എന്ന ടാഗ്ലൈനിൽ ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ മോഹൻലാൽ എന്ന ഐക്കോണിക് ബ്രാൻഡ് വടവൃക്ഷമായി പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. എണ്ണിത്തിട്ടപ്പെടുത്തിയ സിനിമകളേക്കാൾ എണ്ണം പറഞ്ഞ വേഷങ്ങൾ പകർന്നാടിയ നടൻ മലയാള സിനിമയ്ക്ക് അഭിമാനമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് എത്തിച്ചപ്പോൾ ഫ്രെയിം ബൈ ഫ്രെയിമായി സിനിമാ പ്രേമികളുടെ മനസ്സിലൂടെ മിന്നിമറിയുന്ന വേഷങ്ങൾ നിരവധിയാണ്. ഒരു കടൽ കൈക്കുമ്പിളിൽ ഒതുങ്ങില്ലെന്നറിയാം. എങ്കിൽ ഒരു കൈക്കുടന്നയിൽ നിറയുന്ന വെള്ളം എത്രയോ അത്രയുമായി കരുതാം. ഇനിയൊരാൾക്കും ആവർത്തിക്കാനോ അനുകരിക്കാനോ കഴിയാത്ത വിധം അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച ഏതാനും കഥാപാത്രങ്ങളെ. കൈക്കുമ്പിളിൽ തടഞ്ഞ ചുരുക്കം ചില ലാൽ വേഷങ്ങൾ നമുക്ക് ഒന്ന് സംസാരിക്കാം. ആദ്യമായി കിരീടം. മലയാള സിനിമയുടെ മുടിയനായ പുത്രൻ സേതുമാധവൻ. പോലീസുകാരനായി മകൻ വരുന്നതും കാത്തിരുന്ന കാക്കിക്കാരനായ പിതാവിന് അവൻ നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയായി കാണാനാണ് വിധി. അച്ഛന്റെ സ്വപ്നം മാത്രമല്ല, സേതുവിലൂടെ രക്ഷപ്പെടേണ്ടിയിരുന്ന ഒരു കുടുംബം തകർന്നടിയുന്ന കാഴ്ച കണ്ടു പ്രേക്ഷകർ. സേതുമാധവൻ എന്ന യുവാവിന്റെ വിഹുലതകൾ
ഉൾസംഘർഷങ്ങൾ എന്നിവ മോഹൻലാലിന്റെ തനിമ ചോരാത്ത വിക്ഷേപങ്ങളിലൂടെ സ്ക്രീനിൽ തെളിഞ്ഞു. ആദ്യമായി ഒരു ദേശീയ അംഗീകാരം മോഹൻലാലിലേക്ക് എത്തിച്ചേർന്നത് ഈ കഥാപാത്രത്തിലൂടെ. ദേശീയ പുരസ്കാരങ്ങൾ സ്പെഷ്യൽ മെൻഷൻ നൽകി ആ വർഷം അദ്ദേഹത്തെ തേടി ആദരവും എത്തി. അടുത്തത് ഭരതം. സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മലയാള സിനിമയ്ക്ക് ചൂണ്ടിക്കാട്ടാൻ ഒരാളുണ്ട്, ഗോപി എന്ന ഗോപിനാഥൻ. സ്വന്തം സഹോദരൻ ഈ ഭൂമുഖത്തില്ല എന്ന സത്യം മറച്ചുവെച്ച് സഹോദരിയുടെ വിവാഹം മുതൽ പരേതന്റെ ഉദയക്രിയ വരെ നടത്തേണ്ടി വരുന്ന നിസ്സഹായനായ യുവാവ്.